വെൽക്കം ടു ടെക്കീസ് ഓഫീസ്. അപ്പോൾ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം ഇന്നത്തെ വീഡിയോ BMW സർവീസ് റിവ്യൂവിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ കാറിൻ്റെ പീരിയോഡിക് സർവീസിന് സമയമായിട്ടില്ല, പക്ഷേ വണ്ടിയിൽ ഒരു ഫോൾട്ട് കാണിച്ചു, വിച്ച് ഈസ് ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു ഫോൾട്ടാണ് BMWസിൽ കാണിക്കുന്നത്. വീൽ സെൻസർ അല്ലെങ്കിൽ വീൽ സ്പീഡ് സെൻസറിൻ്റെ ഫോൾട്ടാണ്. ഞാൻ ഓൾറെഡി 2 വീൽ സെൻസേഴ്സ് മാറ്റിയിട്ടുണ്ട് 2 ടയേഴ്സിൻ്റെ, പക്ഷെ വീണ്ടും ഈ ഫോൾട്ട് കാണിച്ചു. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ ടയേഴ്സിലും ഉള്ള ഒരു സെൻസറാണ്. അപ്പോൾ ഈ സെൻസർ മാൽ ഫങ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ വേറെ വാർണിങ്സ് ഒക്കെയാണ് കാണിക്കുക. ഫോർ എക്സാമ്പിൾ ABS ഫെയിലായി, അല്ലെങ്കിൽ ഫ്ലാറ്റ് ടയറാണ്, ടയർ മോണിറ്ററിംഗ് സിസ്റ്റം എഫക്റ്റ് ആവും. എല്ലാം ഇന്റർ കണക്റ്റഡ് ആയതുകൊണ്ട് വേറെ പല വാർണിങ്സും വണ്ടിയിൽ കാണിച്ചു തുടങ്ങും. പക്ഷെ ഇത് നമ്മൾ സർവീസ് സെന്ററിൽ കൊണ്ടുപോയിട്ട് സ്കാൻ ചെയ്താലേ റിയൽ ആയിട്ട് മനസ്സിലാവുള്ളൂ ഇതാണ് ഇഷ്യൂ എന്ന്. എനിക്കിത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്കറിയാം ഇത് തന്നെ ആയിരിക്കുമെന്ന്. എന്തായാലും ഞാൻ അപ്പോൾ വണ്ടി സർവീസിങ്ങിന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, അരുൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ പാർട്സ് ഇമ്പോർട്ട് ചെയ്യണ ആളറിയാൻ പറ്റും. മൂപ്പരും പിന്നെ മുഷ്താങ് മോട്ടോഴ്സിലെ പ്രജീഷും കൂടിയിട്ട് ഒരു പുതിയ ഗ്യാരേജ് തുടങ്ങി. യൂറോസ്പെക് ഓട്ടോസ് എന്നാണ് ഗ്യാരേജിൻ്റെ പേര്. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് എക്സ്പീരിയൻസ്, എങ്ങനെയാണ് സർവീസ് ഉണ്ടാവുന്നത്, എല്ലാം ഞാൻ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നു. രണ്ടെണ്ണം നമ്മൾ മാറ്റിയിട്ടുണ്ട്, പുതിയതിട്ടുണ്ട്. ഇതിപ്പോ റിയർ ലെഫ്റ്റ് ആണ് പ്രശ്നം അല്ലേ? അത് മാത്രം മാറ്റിയാ ശരിയാവുമായിരിക്കും. മറ്റേത് ഓക്കെ, അത് സ്റ്റോക്ക് ഉണ്ടാവോ? പിന്നെ എന്താ മറ്റേ ബ്രേക്ക് ചെയ്യുമ്പോ ഒരു ചെറിയ ശബ്ദം, അതിപ്പോ ഇല്ല കേട്ടോ. ആ ലോങ് ട്രിപ്പ് കഴിഞ്ഞിട്ട് എൻഡ് ആയപ്പോ തൃശ്ശൂർ എത്തിയപ്പോഴാണ്, ബാംഗ്ലൂരിൽ ചെറുതായി ഉണ്ടായിരുന്നു.
ഇതിപ്പോ വയർലെസ് ആണ് വരുന്നത്. ആ 04. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗാരേജിൽ എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഗാരേജ് ആണ്, നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ വേറൊരു ഹൈലൈറ്റ് എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വണ്ടിയുടെ സ്കാനിങ്ങിന് ചാർജ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഫോർ എക്സാമ്പിൾ വേറെ ഗാരേജിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്കാൻ ചെയ്യാൻ അറൌണ്ട് 750 അല്ലെങ്കിൽ 600-750 റുപ്പീസ് വൺ ടൈം സ്കാനിങ്ങിന് മിക്കവരും ചാർജ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ പാർട്സ് വേറെ സ്ഥലത്ത് നിന്ന് സോഴ്സ് ചെയ്യുകയാണെങ്കിൽ 2 പ്രാവശ്യം സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡബിൾ ചാർജ് ആവും, അല്ലെങ്കിൽ ചിലവർ അത് വൺ ടൈമേ എടുക്കുള്ളൂ. എന്തായാലും നമുക്കത് എക്സ്ട്രാ ഒരു ഇതാണ്. പിന്നെ പാർട്സിൻ്റെ റേറ്റും വളരെ കുറവാണ്, ബിക്കോസ് ഇത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പാർട്സ് ആണ്. ഒറിജിനൽ പാർട്സിൻ്റെ ഏകദേശം ഹാഫ് റേറ്റ് അതിലും ഹാഫ് റേറ്റ് എനിക്ക് വരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഓവറോൾ വളരെ നല്ല അഭിപ്രായമാണ് ഈ ഗാരേജിനെ കുറിച്ചിട്ട്. നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം. ഇത് ലൊക്കേഷൻ എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൃശ്ശൂർ സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ ടോളില്ലേ, എറണാകുളത്തേക്ക് പോണ ടോൾ, അവിടെ ഒരു MGയുടെ ഷോറൂം ഉണ്ട്. അതിന് മുമ്പായിട്ടുള്ള വഴിയാണ് റൈറ്റ് സൈഡിലേക്ക്. നമ്മൾ തൃശ്ശൂർ സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ യു ടേൺ എടുത്തിട്ട് ലെഫ്റ്റിക്ക് MG കഴിഞ്ഞാൽ ലെഫ്റ്റിക്കുള്ള വഴിയിൽ പോയി കഴിഞ്ഞാൽ കാണാം, ലെഫ്റ്റ് സൈഡിൽ ഗാരേജിൻ്റെ ബോർഡ് കാണാം. ഐ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദ വീഡിയോ. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻസിൽ അറിയിക്കുക. താങ്ക് യു. ബൈ.